നമസ്കാരം, ധാനു സ്പേസ് ടിപ്സ് ആണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയർ സർവൻസ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് എറണാകുളം കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 214/2014 ആണ്. 2014 നടത്തിയ ലാസ്റ്റ് ഇയർ സർവൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അരുണ അസഫലി. അരുണ അസഫലിയാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമരനായിക. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമരനായിക. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമരനായിക ആരാണ്? അരുണ അസഫലി. അരുണ അസഫലിയാണ്. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്ന ദിവസം. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്ന ദിവസം ഏതാണ്? ആൻസർ ജൂൺ 21. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്ന ദിവസം ഏതാണ്? ജൂൺ 21. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മുകളിൽ വരുന്ന ദിവസം ജൂൺ 21. അതായത് സൂര്യരശ്മികൾ ലംബമായി ഉത്തരായന രേഖയിൽ പതിക്കുന്ന ദിവസം ഏതാണ്? ജൂൺ 21. ഗ്രീഷ്മ അയനാന്തം എന്നുകൂടി പറയുന്നു. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? ജൂൺ 21. ഓക്കെ, ലംബമായി ഉത്തരായന രേഖയിൽ പതിക്കുന്ന ദിവസം ജൂൺ 21. അതുകൊണ്ട് തന്നെ സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്ന ദിവസം ഏതാണ്? ജൂൺ 21. അടുത്തത്, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളി ആണ്. അദ്ദേഹത്തിൻ്റെ വില്ലുവണ്ടി സമരം അല്ലേ, പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം ഏതാണ്? വില്ലുവണ്ടി സമരം എന്ന് അറിയപ്പെടുന്നു. അതുപോലെ 90-ാം ആണ്ട് ലഹള അദ്ദേഹത്തിന് 1915 നടന്നത്. 90-ാം ആണ്ട് ലഹളയുണ്ട്, കല്ലുമാല സമരമുണ്ട്, പെരിനാട്ട് ലഹള. ഇതൊക്കെ എന്താണ്? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ആൻസർ ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി. ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി എന്ന് പറയുന്നത്. ഇനി ഞാൻ എന്ന ആത്മകഥയുടെ രചയിതാവ് ആരാണ്? ഞാൻ എന്ന ആത്മകഥയുടെ രചയിതാവ് ആരാണ്? രചയിതാവ് NN പിള്ള. NN പിള്ളയാണ് ഞാൻ എന്ന ആത്മകഥയുടെ രചയിതാവ്. NN പിള്ള. ഓക്കെ, ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം ഏതാണ്? ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം ഏതാണ്? കബഡിയാണ്. കബഡിയാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം. ബംഗ്ലാദേശിൻ്റെ എന്താണ്? കബഡിയാണ്. ഹോക്കി അറിയാമല്ലോ, ആരുടെയാണ്? ഇന്ത്യയുടെ അല്ലേ. ഹോക്കി ഇന്ത്യയുടെയാണ്. ബംഗ്ലാദേശിൻ്റെ എന്താണ്? കബഡി. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം ഏതാണ്? കബഡിയാണ്. ഗലീന ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഗലീന ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ലെഡ്. ഗലീന ലെഡാണ് അല്ലേ. ഗലീന ലെഡാണ്. അങ്ങനെ വരുമ്പോൾ സിങ്കിൻ്റെ ഏത് നമ്മൾ പഠിക്കേണ്ടത്? കലാമിൻ. സിങ്കിൻ്റെത് കലാമിൻ എന്ന് പഠിക്കണം. സിങ്കിൻ്റെത് കലാമിൻ എന്ന് പഠിക്കണം. ഗലീന ലെഡാണ്. സിങ്ക് കലാമിൻ ഗലീന ലെഡാണ്. ഇനി നെക്സ്റ്റ് വൺ. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഏതാണ്? ആൻസർ ഏതാ വരിക? നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം എന്ന് പറയുന്നത് 1932 ആണ്. 1932 നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയായിരുന്നു? സി കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്. ടി കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവരായിരുന്നു നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ നേതാക്കൾ. ഇനി എന്തിനു വേണ്ടിയായിരുന്നു? 1932 തിരുവിതാംകൂറിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധവുമായി ആരംഭിച്ച പ്രക്ഷോഭമാണ് എന്താ? നിവർത്തന പ്രക്ഷോഭം. 1932 തിരുവിതാംകൂറിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധവുമായി നടന്ന പ്രക്ഷോഭം ഏതായിരുന്നു? നിവർത്തന പ്രക്ഷോഭം അല്ലേ. അപ്പോൾ സി കേശവൻ, TM വർഗീസ്, NV ജോസഫ്,
PK കുഞ്ഞ് എന്നിവരായിരുന്നു ഇതിൻ്റെ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ നേതാക്കന്മാർ. വർഷം ഏതാണ്? 1932 നിവർത്തന പ്രക്ഷോഭം. നെക്സ്റ്റ് വൺ, തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ മലയാളി വനിത ആരാണ്? തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ മലയാളി വനിത ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് എഴുതേണ്ടത്? ആൻസർ അൽഫോൻസാമയാണ്. തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ മലയാളി വനിത ആരാണ്? അൽഫോൻസാമ. സ്ഥാനം പിടിച്ചത് അൽഫോൻസാമയാണ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആരാണ്? ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആരാണ്? ആൻസർ ഏതാണ്? വിൻറ്റർ സർഫ്. വിൻറ്റൺ സർഫ്. ഇൻ്റർനെറ്റ് വിൻറ്റൺ സർഫ്. ഇൻ്റർനെറ്റ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഏതാണ്? ചാന്ദിനി ചൗക്ക്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഏതാണ്? ചാന്ദിനി ചൗക്ക്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആര്യ സമാജം സ്ഥാപിച്ചാരാണ്? ദയാനന്ദ സരസ്വതി. ആര്യ സമാജം ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജം ദയാനന്ദ സരസ്വതിയാണ് അല്ലേ. ഇവിടെ രാജാറാം മോഹൻ റോയ് ഉണ്ടല്ലോ, അപ്പോൾ ഇതാണ് ബ്രഹ്മസമാജം. രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. ഇനി ഇവിടെ സ്വാമി വിവേകാനന്ദൻ ഉണ്ടല്ലോ, അതെന്തായിരിക്കണം? രാമകൃഷ്ണ മിഷനാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷനാണ് സ്ഥാപിച്ചേക്കുന്നത്. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജമാണ്. ഇവിടുത്തെ ആൻസർ എന്താണ്? ആര്യ സമാജം ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. നെക്സ്റ്റ് വൺ, 2016 ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? അന്നത്തെ ക്വസ്റ്റ്യനാണ്. ആൻസർ ബ്രസീലായിരുന്നു. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ സർവ്വസൈനാധിപൻ ആരാണ്? ഇന്ത്യയുടെ സർവ്വസൈനാധിപൻ ആര് തന്നെയാണ്? പ്രസിഡന്റ് അല്ലേ, എല്ലാത്തിനും മേൽപ്പെട്ട് നിൽക്കുന്നത്. ഇന്ത്യയുടെ സർവ്വസൈനാധിപൻ പ്രസിഡൻ്റാണ്. ഓക്കെ. കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ്. കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? പാമ്പാർ. മറ്റേത് കൂടിയുണ്ട്? കബനിയും ഭവാനിയും കൂടി ഉണ്ടല്ലേ. ഇവിടെ നിൽക്കുന്നതിൽ പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദി എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ആൻസർ എന്താ വരിക? ഇലക്ട്രിക് ബൾബിൽ ആർഗണാണ്. ഇനി സിക്സ്ത് സെൻസ് എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? മനോജ് നൈറ്റ് ശ്യാമളൻ. നൈറ്റ് ഉണ്ട് കേട്ടോ. സിക്സ്ത് സെൻസ് നൈറ്റ് ശ്യാമളൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആരാണ്? അന്നത്തെ ആൻസർ വന്നത് ഏതായിരുന്നു? PK രാധാകൃഷ്ണൻ ആയിരുന്നു. ഓക്കെ. ഇപ്പോൾ ആരാണ്? പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മേലാണ് അല്ലേ. പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ. ഓക്കെ. കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആരാണ്? പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മേലാണ്. ഓക്കെ, മോഹനൻ കുന്നുമ്മൽ. നെക്സ്റ്റ് വൺ, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? ആൻസർ ഹംപിയാണ്. വിജയനഗരം ഹംപിയാണ്. വിജയനഗരം എന്താണ്? ഹംപി. തലസ്ഥാനം ഹംപി. നെക്സ്റ്റ് വൺ, നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? ആരുടെയാണ്? PC ഗോപാലനാണ് നന്ദനാർ. കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. എന്താണ്? കൊൽക്കത്തയാണ്. ഗുൽസർലാൽ നന്ദയുടെ സമാധി സ്ഥലം നാരായൺ ഘട്ട് ആണ്. കേരളത്തിൻ്റെ തനത് കലാരൂപം ഏതാണ്? കഥകളിയാണ്. നെക്സ്റ്റ്, മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിജി എന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത്.
നെക്സ്റ്റ് വൺ, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? അന്ന് അത് ആൻസർ വന്നേക്കുന്നത് ബാൻ കി മൂൺ ആയിരുന്നു ആൻസർ വന്നേക്കുന്നത്. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗൂട്ടറസ് അല്ലേ? അന്റോണിയോ ഗൂട്ടറസ് ആണ്. അന്റോണിയോ ഗൂട്ടറസ് ആണ് ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗൂട്ടറസ് ആണ്. കേരള കായിക ദിനം ഒക്ടോബർ 13 ആരുടെ ജന്മദിനം ആണ്? ആരുടെ ജന്മദിനമാണ് കേരള കായിക ദിനം എന്നത്? കേരള കായിക ദിനം എന്നത് ഒക്ടോബർ 13 ആരുടെ ജന്മദിനമാണ്? ആൻസർ GV രാജ അല്ലേ? GV രാജ. കേരള കായിക ദിനം GV രാജ. നെക്സ്റ്റ് വൺ, പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ ആരാണ്? പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ആൻസർ പോർച്ചുഗീസുകാർ. പറങ്കികൾ പോർച്ചുഗീസുകാരാണ്. ആർദ്രത അളക്കുന്ന ഉപകരണം. ആർദ്രത അളക്കാനുള്ള ഉപകരണം ഏതാണ്? ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ. നെക്സ്റ്റ്, ജപ്പാൻ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഡയറ്റ്. ജപ്പാൻ പാർലമെൻറ്റ് ഡയറ്റ്. ഭൂമിയിൽ 72 കിലോ ഭാരമുള്ള ആളുടെ ചന്ദ്രനിലെ ഭാരം എത്രയാണ്? 72 കിലോ ഭാരമുള്ള ചന്ദ്രനിലെ ഭാരം. 72 കിലോ ഉണ്ട് ആൾക്ക് ഭൂമിയിലെങ്കിൽ ചന്ദ്രനിൽ അയാൾ പോയാൽ എത്രയായിരിക്കും അയാളുടെ ഭാരം എന്നാണ് ചോദ്യം. ആൻസർ 12 കിലോ. ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഭാഷ ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഭാഷ ഏതാണ്? ആൻസർ തമിഴാണ്. ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് തമിഴാണ്. ഇനി ഒറൈസ സറ്റേവ ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? നെല്ല്. ഏതാണ്? നെല്ലാണ് ഒറൈസ സറ്റേവയുടെ ശാസ്ത്രീയ നാമം. നെല്ല് ഒറൈസ സറ്റേവ. ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയ വർഷം. 500 കോടി എത്തിയ വർഷം ഏതാണ്? 500 കോടി എത്തിയത് 87ലാണ്. 500 കോടി 1987ലാണ് എത്തിയിരിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എപ്പോഴും ഏത് തന്നെയാണ്? ലക്ഷണമൊത്ത നോവൽ ഏത് തന്നെയാണ്? ഇന്ദുലേഖയാണ്. ലക്ഷണമൊത്തത് ഇന്ദുലേഖ. കേരളത്തിലെ ഇപ്പോഴത്തെ ആഭ്യന്തര മന്ത്രി ഏതാണ്? രമേശ് ചെന്നിത്തലയായിരുന്നു ആൻസർ പറഞ്ഞത്. ഇപ്പോഴത്തെ ആഭ്യന്തര മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പിന് ചുമതല ആർക്കാണ്? ശ്രീ പിണറായി വിജയന് ആണ് അല്ലേ? കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് തന്നെയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ആൻസർ ഡയോപ്റ്റർ. ലെൻസിൻ്റെ പവർ എന്താണ്? ഡയോപ്റ്റർ. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ആൻസർ. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം എന്നാണ്. ചൂട് കൂടി നിൽക്കുന്ന ഇപ്പോൾ ഈ സമയത്ത് തണ്ണീർത്തട ദിനം ഓർത്താൽ മതി. ലോക തണ്ണീർത്തട ദിനം എന്നാണ്. ഫെബ്രുവരി 2 നെക്സ്റ്റ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഏതാണ്? ബാംഗ്ലൂരാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം. ബാംഗ്ലൂർ. ഭയമുണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. ഉപദ്വീപീയ ഇന്ത്യയിലെ നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. കൊല്ലവർഷം ആരംഭിക്കുന്നത് എന്നാണ്? AD 825. AD 825 ആണ് കൊല്ലവർഷം ബാധിക്കുന്നത്.
അർബുദം ബാധിക്കാത്ത മനുഷ്യൻ്റെ അവയവം ഏതാണ്? ഹൃദയം മാത്രമാണ്. ഹൃദയമാണ് അർബുദം ബാധിക്കാത്ത മനുഷ്യൻ്റെ അവയവം. ഹൃദയം. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് ഏതാണ്? കേരളത്തിലെ കണ്ടോൺമെൻറ്റ് എന്ന് പറയുന്നത് ആൻസർ കണ്ണൂരാണ്. കണ്ണൂരാണ്. നെക്സ്റ്റ് വൺ, മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന ആരാണ്? നിംബസ് ഉണ്ട്, ക്യുമുലസ് ഉണ്ട്, സിറസ് ഉണ്ട്, സ്ട്രാറ്റസ് ഉണ്ട്. ഇതിൽ ഏതാണ് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത്? മഴമേഘങ്ങൾ ആരാണ്? നമ്മുടെ നിംബസ് ആണ്. നിംബസ് ആണ് മഴമേഘങ്ങൾ. മാർബിളിൻ്റെ ശാസ്ത്രീയ നാമം, രാസനാമം എന്താണ്? മാർബിളിൻ്റെത് രാസനാമം എന്താണ്? മാർബിളിൻ്റെത് കാൽസ്യം കാർബണേറ്റ് ആണ് മാർബിളിൻ്റെ ശാസ്ത്രീയ നാമം. മാർബിൾ നമുക്ക് നല്ല മിനുസമുള്ളതെന്ന് ആലോചിക്കുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ആണ് എൻ്റെ ശാസ്ത്രീയ നാമം. 2013 എഴുത്തച്ഛന് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നാണ് ചോദ്യം. ആൻസർ എന്തായിരുന്നു? ഒന്ന് MK സാനു ആയിരുന്നു. ഹോക്കിയുമായി ബന്ധപ്പെട്ട പദം ഏതാണ്? യൂറോ കപ്പ്, രഞ്ജി ട്രോഫി, കോപ്പ അമേരിക്ക, ആഗാഖാൻ കപ്പ് എന്നിവയുണ്ട്. അതിൽ ഹോക്കിയുമായി ബന്ധപ്പെട്ട പദം ഏതാണ്? ആൻസർ ആഗാഖാൻ കപ്പ്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് അല്ലേ? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഇതിലേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ജ്ഞാനപ്പാനയുണ്ട്, തത്വമസിയുണ്ട്, ദൈവദശകമുണ്ട്, വിശ്വദർശനം ഉണ്ട്. ഇതിൽ ഏതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി വരുന്നത്? ദൈവദശകമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി. ശ്രീനാരായണ ഗുരു ദശകമാണ് അദ്ദേഹത്തിൻ്റെ കൃതി വരുന്നത്. നദികളെക്കുറിച്ചുള്ള പഠനശാഖ, നദികളെക്കുറിച്ച് പഠിക്കുന്നത് എന്താ പറയുന്നത്? പോട്ടമോളജി. നദികളെക്കുറിച്ച് പഠിക്കുന്നതിന് പറയുന്ന പേരാണ് പോട്ടമോളജിയാണ്. നദികളെക്കുറിച്ച് പഠിക്കുന്നത് പോട്ടമോളജിയാണ്. നദികൾ പോട്ടെ അല്ലേ? പോട്ടമോളജി. വേദനയോടുള്ള അമിതഭയത്തിന് എന്താ പറയുക? വേദനയാണ്, ഭയങ്കര വേദന, അമിതഭയമാണ് അതിന് അല്ലേ? ആൻസർ ആൾഗോഫോബിയ. ആൾക്ക് ഫോബിയ എന്ന് വെച്ചാൽ വേദനിക്കുന്നു തോന്നുമ്പോൾ തന്നെ ഭയങ്കര ഭയമാണ്. എനിക്ക് വേദനിക്കും എന്നറിയുമ്പോൾ തന്നെയുള്ള ഭയമാണെന്ത്? ആൾക്ക് ഭയമാണ്, ആൾഗോഫോബിയ. വേദനയോടുള്ള ഭയം ആൾഗോഫോബിയ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം ഏതാണ്? ആൻസർ കോട്ടയമാണ്. കോട്ടയം. ഓക്കെ. ആദ്യം കണ്ടുപിടിച്ച ആസിഡ് ഏതാണ്? അസിറ്റിക് ആസിഡ് അല്ലേ? ആദ്യത്തേത് അസിറ്റിക് ആസിഡ്. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്സിജനാണ് ഏറ്റവും കൂടുതലുള്ള മൂലകം. ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട്. ആരുടെ വാക്കുകളാണിവ? ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട്. ആരുടെ വാക്കുകൾ ആണിവ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. റെനെ ദെക്കാർത്തെ കേട്ടോ. റെനെ ദെക്കാർത്തെ. ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട്. റെനെ ദെക്കാർത്തെ. ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചിന്നസ്വാമി എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. 2013 സാഹിത്യ നോബൽ സമ്മാനം നേടിയ വ്യക്തി ആരാണ്? ആൻസർ വന്നേക്കുന്നത് ആരെയാണ്? ആലീസ് മൺറോ. എഴുത്തച്ഛനും സാഹിത്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ചന്ദ്രയാൻ 1 പ്രോജക്റ്റ് ഡയറക്ടർ ഓപ്ഷൻ ഡി മയിൽസ്വാമി അണ്ണാദുരൈ. ഇപ്പോൾ നമ്മളേതാ പഠിക്കേണ്ടത്? നെക്സ്റ്റ് വൺ, പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം. ആൻസർ ഓപ്ഷൻ 2012 ആൻസർ വന്നേക്കുന്നത്. 2012 തന്നെയാണ് പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 2012 ഇപ്പോൾ മാധവ് ഗാഡ്ഗിൽ പറയുന്നത് വേട്ടയാടണം ഒരു ന്യൂസ് വരുന്നുണ്ട് അല്ലേ? മാധവ് ഗാഡ്ഗിൽ പറയുന്നത് വേട്ടയാടണം, പശ്ചിമഘട്ടമൊക്കെയുള്ള മൃഗങ്ങൾ പെരുകുന്നു എന്നൊരു സന്ദേശം കൊണ്ട് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഓക്കെ.
നെക്സ്റ്റ് വൺ, സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് എത്തുന്ന താഴെ പറഞ്ഞതിൽ ഏത് മാർഗം മുഖേനയാണ്? സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് എത്തുന്നത് താഴെ പറയുന്നവയിൽ ഏത് മാർഗം മുഖേനയാണ്? ആൻസർ ഏതാണ് വരുന്നത്? വികിരണമാണ് അല്ലേ? വികിരണമാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണം ഏതാണ് വരുന്നത്? ന്യൂട്രോൺ അല്ലേ? ന്യൂട്രോണിന് ചാർജില്ല. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതവസ്ഥയിലാണ്? ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? ആൻസർ പ്ലാസ്മ അവസ്ഥയിലാണ്. പ്ലാസ്മയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? ആൻസർ ബുധനാണ്. ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം. ടോർച്ചിനകത്ത് റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കോൺകേവ് ദർപ്പണം. ഇനി ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് എന്നത് അലൂമിനിയത്തിൻ്റെ അയിരാണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് ഏത് ഊർജ്ജമാണുള്ളത്? അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് ഏത് ഊർജ്ജമാണ് ഉള്ളത്? ഏത് ഊർജ്ജമായിരിക്കും ഉള്ളത് അണക്കെട്ടിൽ നിർത്തിയേക്കുന്ന വെള്ളമാണ്. ഏത് ഊർജ്ജമായിരിക്കും ഉള്ളത് അവർക്ക്? സ്ഥിതികോർജ്ജം അല്ലേ? സ്ഥിതി ചെയ്യുന്നവർ സ്ഥിതികോർജ്ജമാണ്. താഴെ പറയുന്ന വാതകങ്ങളിൽ അലസവാതകം അല്ലാത്തത് ഏതാണ്? ആൻസർ നൈട്രജൻ. അലസവാതകങ്ങൾ അല്ലാത്തത് ഏതാണ്? നൈട്രജൻ. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH തന്നിരിക്കുന്നു. ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? കുമ്മായം ആൽക്കലി ആണല്ലോ അല്ലേ? കുമ്മായം ചേർക്കേണ്ടത് ഏത് മണ്ണിലേക്കാണ്? ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി, 5 pH ഉള്ളതിലാണ്. ബാക്കിയെല്ലാം ഇതിന് മുകളിൽ 7 ഉണ്ട്, 9 ഉണ്ട് ഇട്ടല്ലേ? pH ന്യൂട്രൽ 7 അപ്പോൾ അതിന് താഴെ 5 ഉണ്ട്. 5-ലാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത്? കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വേണ്ടത്, മാംസത്തിൻ്റെ അഭാവം മൂലം കുട്ടികളുണ്ടാകുന്ന രോഗം. പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കുട്ടികളുണ്ടാകുന്ന രോഗം എന്താണ്? ഏത് രോഗമാണ്? ക്വാഷിയോർക്കർ. കുട്ടികളിൽ വരുന്നതാണ് ക്വാഷിയോർക്കർ. കുട്ടികളിൽ മാംസ്യം കുറവ് വരുന്നതാണ് ക്വാഷിയോർക്കർ. ശരീരത്തൊഴിലുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം. ശരീരത്തിന് തുലനം, ബാലൻസ്. ആൻസർ ഏതാ വരിക? ആൻസർ സെറിബെല്ലം. ബാലൻസ്. തുലനം, സെറിബെല്ലം, ബാലൻസ്. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ മൊണീഷ്യസ് അല്ലാത്ത സസ്യം. മൊണേഷ്യസ് ഒറ്റയൊരെണ്ണം. ആൻസർ ജാതി. മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? പ്രൊട്ടോസോവ. മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? പ്രൊട്ടോസോവൻസ് ആണ് മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥി അല്ലേ? പരക്കെ ഉള്ളതാണ് തൈറോയിഡിൻ്റെ അസുഖം. അങ്ങനെ അന്തസ്രാവി ഗ്രന്ഥി ഏറ്റവും വലുത്. നമ്മുടെ ബോഡിയിലെ എല്ലാ ഉപാപചയ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യപ്പെടുന്ന ഭാഗം തൈറോയ്ഡ് ഗ്രന്ഥി കൊണ്ടാണ് അല്ലേ? തൈറോയ്ഡ് ഗ്രന്ഥിയിൽ തൈറോക്സിനാണ് എല്ലാത്തിനും കൺട്രോൾ ചെയ്യുക. അതായത് ഉപാപചയ പ്രവർത്തനങ്ങൾ, ദഹനം, അങ്ങനെയുള്ള പല കാര്യങ്ങളും, മെറ്റബോളിസം എല്ലാം കൺട്രോൾ ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്, തൈറോക്സിനാണ്. അപ്പോൾ അതിൽ എന്ന് പറയുമ്പോഴാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവ ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. അപ്പോൾ അത്രയ്ക്ക് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒഫ്താൽമോളജി ഏത് കലയെ ബന്ധപ്പെട്ടിരിക്കും? ഒഫ്താൽമോളജി എന്ന് പറയുന്നത് എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒഫ്താൽമോളജി എന്തായിരിക്കണം? ഒഫ്താൽമോളജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? നേത്രരോഗം അല്ലേ? ഒഫ്താൽമോളജി നേത്രരോഗം. ഇനി കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം. പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശം. പവർ ഹൗസ് എന്ന് വെച്ചാൽ എനർജി ഹൗസ് അല്ലേ? എനർജി ഹൗസ് ആരായിരുന്നു? പവർ ഹൗസ് എന്ന് പറയുമ്പോൾ മൈറ്റോകോൺട്രിയ അല്ലേ? കോശാംഗം. ഒരു കോശം സെല്ലുണ്ടെങ്കിൽ അതിലെ കോശാംഗങ്ങൾ കുറേ ഉണ്ടല്ലേ? മൈറ്റോകോൺട്രിയ ഉണ്ട്, റൈബോസോംസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അങ്ങനെ ഗോൾജി ബോഡീസ്, അങ്ങനെ എല്ലാവരും ഉണ്ടെങ്കിലും അതിൽ എനർജി ക്യാപ്സൂൾ, എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ATP ഉൽപ്പാദിപ്പിക്കുന്നത്, അഡ്നോസിൻ ട്രൈഫോസ്ഫേറ്റ് എനർജി മോളിക്യൂൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ഇവിടെ മൈറ്റോകോൺട്രിയ. അതുകൊണ്ട് എന്ത് പേര് വരിക? പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് പേര് വന്നേക്കുന്നത്. അടുത്തത്, BCG വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്? BCG വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ള കുത്തിവയ്പ്പ് ആണ്? ഏത് രോഗത്തിനെതിരെയാണ്? ആൻസർ ഓപ്ഷൻ ഡി വരുന്നത് ക്ഷയം. BCG ക്ഷയം. ഓർത്തിരിക്കുക കേട്ടോ. BCG ക്ഷയം. 79
മനുഷ്യശരീരത്തിലെ ഏറ്റവും യൂറിയ നിർമ്മാണം നടക്കുന്ന ഇവിടെ വെച്ചാണ്. മനുഷ്യശരീരത്തിലെ യൂറിയ നിർമ്മിക്കുന്ന ഇവിടെ വെച്ചാണ്. നമ്മുടെ ബോഡിക്കകത്ത് യൂറിയ എവിടെ വെച്ചാണ് നിർമ്മിക്കുക? എനിക്ക് സമയമുണ്ടെന്ന് ആലോചിക്കില്ലേ? യൂറിയ നിർമ്മിക്കുന്ന എവിടെ വെച്ചാണ്? നമ്മുടെ കരളിൽ വെച്ചാണ് കേട്ടോ. കരളിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കുക. യൂറിയ അത് കഴിഞ്ഞാണ് കിഡ്നിയിലേക്ക് പോയിട്ട് അരിച്ചു മാറ്റി പോവുക ചെയ്യുന്നത്. നെക്സ്റ്റ്, രക്തപര്യനം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ്. രക്തപര്യനം എന്ന് വെച്ചാൽ രക്തത്തിൻ്റെ ചംക്രമണം. രക്തപര്യനം കണ്ടെത്തിയത് ആരാണ്? ആൻസർ ആരാണ് വരുന്നത്? വില്യം ഹാർവി ഇല്ലേ? രക്തപര്യനം ഇല്ലേ? വലുതായിട്ട് ഇങ്ങനെ പോകുന്നു. വില്യം ഹാർവി ആയിട്ടാണ്. ബ്ലഡ് എല്ലായിടത്തോടും വലുതായിട്ട് പോകുന്നു, ഓർത്താൽ മതി. അപ്പോൾ വില്യം ഹാർവിയാണ്. നെക്സ്റ്റ്, 3242 മൈനസ് 2213. ആൻസർ എത്ര വരിക? മൈനസ് ചെയ്യുമ്പോൾ ഓപ്ഷൻ സി ആണ് 1219. നെക്സ്റ്റ് വൺ, 24, 32, 16 എന്നീ സംഖ്യകളിൽ ലസാഗു കാണുക. ലസാഗു എത്ര വരിക? ഓപ്ഷൻ ബി ആണ് 96. നെക്സ്റ്റ് 83ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് 84ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. 85 ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാമല്ലോ. 86ൻ്റെ ആൻസർ വരുന്നത്, കാരണം ഇത് വായിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതല്ലേ. 87ൻ്റെ ആൻസർ വരുന്നത് 15 ആണ്. 88ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 89ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി വരും അല്ലേ, 20 വരും. 8, 12, 16 ഇവയുടെ ഉത്സാഹ എത്ര വരും? 4. 91ൻ്റെ ആൻസർ വരുന്നത് ബി ആണ് വരിക. 92ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. 93യുടെ ആൻസർ ബി ആണ്. 94ൻ്റെ ആൻസർ വരുന്നത് 2/13 സമാന പദം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എന്നാൽ ചോദിക്കും മാത്സ് ഒഴിവാക്കി ചെയ്യുന്നില്ല. മാത്സ് ക്വസ്റ്റ്യനും കൂടി അറിയാവുന്നവർ ചെയ്ത് നോക്കി പഠിക്കുക. എൻ്റെ 6ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 97 ഓപ്ഷൻ സി. 98 ഓപ്ഷൻ ബി വരുന്നില്ല. 99 ഓപ്ഷൻ എ ആണ്. 100 ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ. ക്ലാസ്സുകൾ വീണ്ടും കാണുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കി പഠിക്കുക. താങ്ക് യു.